നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. പരമാവധി ഇത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട. ഒരുപാട് പേര് കാത്തിരുന്നൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യവും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്, വിജയിച്ചവരുടെ അനുഭവം തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കേണ്ട. എനിവേ, നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതുപോലെ ഈ തവണ കട്ട് ഓഫ് കുറച്ച് കൂടുതൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും 2025 പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ സൈലത്തിൽ SSC GDൻ്റെ ടെസ്റ്റ് സീരീസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. 299 രൂപക്ക് നിങ്ങളിപ്പോൾ മറ്റുള്ള സ്ഥലത്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്കിത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന, അത്രമാത്രം യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSCൻ്റെ ഫ്രീ ടെസ്റ്റ് സീരീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ 30+ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 100+ സെക്ഷണൽ ടെസ്റ്റസ് നിങ്ങൾക്ക് ലഭിക്കും. 4000-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഓരോരോ ഫെസിലിറ്റീസും ഫ്യൂച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റിയൽ ആയിട്ടുള്ള എക്സാമിന് സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടൈമഡ് പ്രാക്ടീസ് സെക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. അങ്ങനെ ഒരുപാടധികം ഫെസിലിറ്റീസാണ് നമുക്ക് ഈ ഒരു 299 രൂപക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ടിൽ നമുക്ക് SSC GDൻ്റെ ടെസ്റ്റ് സീരീസ് ഇത്രയധികം ഫീച്ചേഴ്സോട് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായും സൈലം നൽകുന്നതായിരിക്കും. സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും മതി, അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥിൻ്റെ റോൾ നമ്പർ, അതുപോലെ തന്നെ നെയിം, പിന്നെ ഫാദർ നെയിം തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് പോസ്റ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഫൈനലായിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. A, അതുപോലെ B, പിന്നെ C. ഈ ഓരോരോ ആൽഫബറ്റും ഓരോരോ പോസ്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഓരോരോ പോസ്റ്റിൻ്റെയും പ്രിഫറൻസ് വെച്ച് കൊടുത്തത് ഈ ആൽഫബറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതാണ് വന്നിട്ടുള്ളത് ആ പോസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം പുരുഷന്മാരുടെ 775ഓളം PDF പേജുകളിലായിട്ട് വന്നിട്ടുള്ള ഇതാണ് റിസൾട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഓൾസോ ഫീമെയിൽസിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ 2-3 ലിസ്റ്റുകളുണ്ട്. ഓരോ ലിസ്റ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കട്ട് ഓഫും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അടുത്ത GD കോൺസ്റ്റബിളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും സൈലത്തിൻ്റെ ക്ലാസ് മറക്കണ്ട. അതായത് ടെസ്റ്റ് സീരീസ് തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി ഏകദേശം 38,603 ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഈ ലിസ്റ്റിലായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിരവധി പേര് തന്നെ വന്നിട്ടുണ്ട്. എനിവേ, നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ്. ഫീമെയിൽസിൻ്റെയും ബാക്കിയുള്ള എല്ലാ ലിസ്റ്റും 1 by 1 ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ട് ഓഫും കാര്യങ്ങൾ, അതായത് കട്ട് ഓഫിൻ്റെ വളരെ പ്രാധാന്യമേറിയ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. മറ്റൊരു ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശകലനവും കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് കീറി മുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. അപ്പോൾ 2025 എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എനിവേ, നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് A എന്ന് പറയുന്നത് BSF ആണ്, B എന്ന് പറയുന്നത് CISF ആണ്, C എന്ന് പറയുന്നത് CRPF ആണ്, D എന്ന് പറയുന്നത് SSB ആണ്, E എന്ന് പറയുന്നത് ITBP ആണ്, F എന്ന് പറയുന്നത് AR ആണ്, H എന്ന് പറയുന്നത് SSF ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നിങ്ങൾക്ക് കിട്ടിയത് ഇപ്പോൾ C ആണെങ്കിൽ CRPFൽ നിങ്ങൾ സെലക്ട് ആയി എന്നാണ് അർത്ഥം. ലിസ്റ്റിൽ നിങ്ങളുടെ പേരിൻ്റെ അടുത്ത് C കണ്ടിട്ടുണ്ടെങ്കിൽ CRPFലാണ് നിങ്ങൾ സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മൊത്തത്തിൽ ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 4891 ഉദ്യോഗാർത്ഥികൾ ഇവിടെ സെലക്ട് ആയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 39,375ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ സെലക്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഫീമെയിൽസിൻ്റെ
ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നിങ്ങൾക്ക് BSF അതായത് ഫീമെയിൽസിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളാണ് നോക്കുന്നത്. BSF EWS ജനറൽ ഏരിയ കാണാൻ സാധിക്കും. 80 പോയിൻറ്റ് ചില്ലാനമാണ് മാർക്ക് വന്നിട്ടുള്ളത്, കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ BSFൻ്റെ നെക്സൽ ഏരിയ ഫീമെയിൽസ് EWS തന്നെയാണ് പറയുന്നത്, 80 മാർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് BSF OBC ജനറൽ ഏരിയയിലേക്ക് ഏകദേശം 105 മാർക്കിൻ്റെ മുകളിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റിലേക്ക് നെക്സൽ ഏരിയ ആണ്, 98 OBC നെക്സൽ വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തത് BSF SC ആണ്, ജനറൽ ഏരിയയിലേക്ക് 85, അതുപോലെ തന്നെ നെക്സൽ ഏരിയയിലേക്ക് 86 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ BSF UR ജനറലിന് വേണ്ടിയിട്ട് ജനറൽ ഏരിയയിലേക്ക് വന്ന കട്ട് ഓഫ് 103 ഫീമെയിൽസിന്, കേരളത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ UR തന്നെ, അതായത് ജനറൽ തന്നെ നെക്സൽ ഏരിയയിലേക്ക് 92 മാർക്കാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ CISF ESMലേക്ക് അവിടെ കട്ട് ഓഫ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ CISFൻ്റെ EWS കട്ട് ഓഫ് 87 മാർക്കാണ്, അത് ജനറൽ ഏരിയ ആണ്. നെക്സൽ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം 85 മാർക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോരോ പോസ്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കുക. ഇത് ഫീമെയിൽസിൻ്റെയാണ്. ഞാൻ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഫീമെയിൽസിൻ്റെ ITBP ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ITBPൻ്റെ ജനറലിൽ ഏകദേശം വന്നിട്ടുള്ളത് ജനറൽ ഏരിയ തന്നെ 102 മാർക്കാണ്. അതുപോലെ തന്നെ നെക്സൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും, ജനറലിന് 90 മാർക്കാണ്, 90 മാർക്കിൻ്റെ മുകളിലുണ്ട്. ഇനി നമുക്ക് പുരുഷന്മാരുടെ നോക്കാം. ആൺകുട്ടികളുടെ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ OBCൻ്റെ AR ആസാം റൈഫിൾസിൻ്റെ കൊടുത്തത് കാണാൻ സാധിക്കും. ജനറൽ ഏരിയയിലേക്ക് ഏകദേശം 86 മാർക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സൽ ഏരിയയിലേക്കുള്ളത് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്, സെയിം പോസ്റ്റ് തന്നെ. അതായത് AR ആസാം റൈഫിൾസ് OBC നെക്സൽ ഏരിയയിലേക്ക് 79 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ AR SC വന്നത് കാണാൻ സാധിക്കും, ജനറൽ 66 വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ SC നെക്സൽ ഏരിയ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, 66 മാർക്കാണ് വന്നിട്ടുള്ളത്. ആസാം റൈഫിൾസിൻ്റെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ ജനറൽ വിഭാഗത്തിലേക്ക് ജനറൽ ഏരിയയിലേക്ക് നമ്മുടെ ആസാം റൈഫിൾസിന് 82 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ദെൻ ഓൾസോ 74 മാർക്കാണ് നമ്മുടെ നെക്സൽ ഏരിയയിലേക്ക് ജനറലിന് വന്നിട്ടുള്ളത്. BSFൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ESMലേക്ക് ജനറൽ ഏരിയയിലേക്ക് 57 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ BSFലേക്ക് EWS കാറ്റഗറിയിൽ 42 മാർക്കാണ് ജനറൽ ഏരിയക്ക് കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ദെൻ ഓൾസോ നമ്മുടെ OBCയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ ഏരിയ BSFന് 79 മാർക്കും നെക്സൽ ഏരിയയിലേക്ക് 69 മാർക്കുമാണ് ഫൈനൽ കട്ട് ഓഫ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ BSF SCൻ്റെ കാര്യം കാണാൻ സാധിക്കും, ജനറൽ ഏരിയയിലേക്ക് 59 മാർക്കാണ് ഫൈനൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അത് നെക്സൽ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ 61 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BSF STയിലേക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ ഏരിയ 72 മാർക്കും അതുപോലെ തന്നെ നെക്സൽ ഏരിയയിലേക്ക് ഏകദേശം പറഞ്ഞിട്ടുള്ള മാർക്ക് 57 മാർക്കുമാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ BSFൻ്റെ ജനറൽ ഏരിയൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജനറൽ വിഭാഗത്തിന് ജനറൽ ഏരിയയിൽ 79 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിന് തന്നെ നെക്സൽ ഏരിയയിൽ 68 മാർക്കാണ് BSFന് പറഞ്ഞിട്ടുള്ളത്. ഇനി CISFൻ്റെ ഡീറ്റെയിൽസ് കിടക്കുകയാണെങ്കിൽ ESMന് ജനറൽ ഏരിയയിലേക്ക് ഏകദേശം 57 മാർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ESM നെക്സൽ ഏരിയയിലേക്ക് 56 മാർക്കാണ് വന്നിട്ടുള്ളത്. 56ൻ്റെ മുകളിലുണ്ട് ചില്ലാനം പോയിൻ്റ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ EWS ജനറൽ ഏരിയയിലേക്ക് 41 മാർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സൽ ഏരിയയിലേക്ക് വന്നത് നോക്കുകയാണെങ്കിൽ 52 മാർക്കാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഓൾസോ നമ്മുടെ CISF OBCയിലേക്ക് നോക്കുകയാണെങ്കിൽ 93 മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. OBCക്കാർക്കെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ BSFൻ്റെ തന്നെ CISFൻ്റെ തന്നെ OBC നെക്സൽ ഏരിയയിലേക്ക് 83 മാർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ CISF SC നോക്കുകയാണെങ്കിൽ ജനറൽ ഏരിയ 68 മാർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഓൾസോ നമ്മുടെ CISFൻ്റെ നെക്സൽ ഏരിയ SC നോക്കുകയാണെങ്കിൽ SCൻ്റെ നെക്സൽ ഏരിയ പറഞ്ഞിട്ടുള്ളത് 69 മാർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ CISF ST നോക്കുകയാണെങ്കിൽ ജനറൽ ഏരിയയിലേക്ക് 76 മാർക്കും അതുപോലെ തന്നെ CISFൻ്റെ ST തന്നെ നെക്സൽ ഏരിയയിലേക്ക് 59 മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CISFന് ജനറൽ കാറ്റഗറി കേരളത്തിൽ വന്നിട്ടുള്ളത് 90 മാർക്കാണ് ജനറൽ ഏരിയ ജനറൽ കാറ്റഗറിയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ നെക്സൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത് 80 മാർക്കാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ CRPFൻ്റെ കാണാൻ സാധിക്കും. നമുക്ക് ജനറലിൻ്റെ നോക്കാം, ബാക്കിയുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. CRPFൻ്റെ ജനറലിന് ജനറൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത് 79 മാർക്കാണ്. നെക്സൽ ഏരിയയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 68 മാർക്ക് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. എനിവേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മറ്റൊരു ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അടുത്ത SSC GD ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടൻറ്റ് തന്നെയാണിത്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.